ഇൻഫിനിക്സിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് O10s 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഈ ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിലും പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ ഈ ഫോണിൽ എടുത്തു വരേണ്ട ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് O10s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഫോണിൽ എടുത്തു വരേണ്ട ചില ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളിലൊന്നും തന്നെ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നില്ല. എന്നാൽ ഈ ഫോണിൽ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറാണ് അതും. പിന്നെ നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരാമെന്ന് വിചാരിക്കുക. ഒന്നിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്, പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ല. മറ്റേതിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഫോൺ വരുന്നത് 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 90.66% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡൈനോറക്സ് T2X 1 ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 440 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്നാലും പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് കൂടിയ റിഫ്രഷ് റേറ്റ്, ടച്ച് സാമ്പിളിംഗ് റേറ്റ്, അതുപോലെ തന്നെ വലിയ ഡിസ്പ്ലേ എന്നീ ഫീച്ചേഴ്സൊക്കെ. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഡയമണ്ട് ടെക്സ്ചറിലുള്ള പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.2 mm ആണ്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 211 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോണിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ എടുത്തു വരേണ്ട ഒരു കാര്യം, ഈ ഫോണിൻ്റെ വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല ഈ ഫോണിൽ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോഴും ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ടൈമിൽ ഈ ഫോണിൽ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബോക്സിൽ 10 വാട്ടിൻ്റെ ചാർജർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൽ Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടില്ല, മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G85 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സർ. പിന്നെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 4 GB RAM ആണ് ലഭിക്കുന്നത്. 11,000 രൂപയ്ക്ക് നമുക്ക് 6 GB റാമും ലഭിക്കുന്നുണ്ട്. 2 വെർഷൻസിലും 64 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡാർലിംഗ് ഗെയിം ബൂസ്റ്റ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. DTS സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 48 MP f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഈ ഫോണിൽ 2 MP ഡെപ്ത് സെൻസറും മൂന്നാമത് ഒരു AI ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും വേസ്റ്റാണ് എന്ന് പറയാം. പിന്നെ ഈ ഫോണിൽ 48 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 48 MP മാത്രം ഉള്ളതുകൊണ്ട് കാര്യമൊന്നുമില്ല. ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഫോണിൽ 240 FPS സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോ ബൊക്കെ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ക്വാഡ് LED ഫ്ലാഷ് വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ LED ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള XOS 7.6 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ
ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9999 രൂപയാണ്. 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10999 രൂപയാണ്. പിന്നെ മെയ് 27 ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. പിന്നെ ഫസ്റ്റ് സെയിലിൽ നിങ്ങൾ ഈ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫ് കിട്ടും. ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 10s എന്ന ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ്, കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, വലിയൊരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇൻഫിനിക്സ് ഹോട്ട് 10s എന്ന ഫോൺ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.